ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. അടുത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സ്പാനിഷ് സെൻറ്റൻസസ് ആണ്. ഡെയിലി ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. അതായത് എക്സ്പ്രഷൻസ് ഒക്കെ പറയാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്രഷൻസ് തന്നെയാണ് കവർ ചെയ്തത്. അത് എത്ര കവർ ചെയ്താലും മതിയാതെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് puedo pasar. Puedo pasar. എന്താണത്? puedo pasar. puedo pasar എന്ന് പറയാം. pasar എന്ന് പറയുന്നത് കണ്ടത് ഒരു ഇൻഫിനിറ്റീവ് വെർബാണ്. ARLND എന്നൊരു ഇൻഫിനിറ്റീവ് വെർബാണ്. അതുപോലെ നമ്മൾ അൺകോൺജുഗേറ്റഡ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. ഞാൻ എൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ അൺകോൺജുഗേറ്റഡ് ആയിട്ട് വെർബിനെ അതേപോലെ നിർത്തും. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ puedo എന്ന് പറയുന്ന ഒരു വെർബ് ഇത് കോൺജുഗേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു കോൺജുഗേറ്റഡ് വെർബ് വന്നു കഴിഞ്ഞാൽ അതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വെർബ് എപ്പോഴും ARLO ERLO IRLO എന്തോ ആട്ടോ അത് അതേപോലെ നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ അവിടെ പുട്ട് ചെയ്യും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് puedo pasar. അപ്പോൾ puedo എന്താണ്? അതിൻ്റെ അർത്ഥം ഇതുവരെ പറഞ്ഞില്ലല്ലേ. puedo pasar എന്ന് പറഞ്ഞാൽ pasar എന്ന് പറഞ്ഞാൽ ടു പാസ് എന്നാണ് എൻ്റെ ഒരർത്ഥം. ഇവിടെ pasar എന്ന് പറഞ്ഞാൽ ഞാൻ മേ ഐ. puedo എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഐ എന്നുള്ള വരും. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ക്യാൻ ഐ പാസ്. നമ്മുടെ ഡോറിലൊക്കെ മുട്ടിട്ട് നമുക്ക് ചോദിക്കാം puedo pasar. puedo pasar. puedo വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? poder എന്ന ഒരു ഇൻഫിനിറ്റീവ് വെർബ്. poder എഴുതി കാണാൻ പറയില്ല. poder ERLND എന്നൊരു ഇൻഫിനിറ്റീവ് വെർബാണ്. ഈ അവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് ഐ ഞാനുമായിട്ട് കോൺജുഗേറ്റ് ചെയ്ത് puedo പ്രസന്റ് ടെൻസിൽ വന്നിരിക്കുന്നത്. can I or I can. അപ്പോൾ puedo poder ERLND എന്നൊരു വെർബ് അത് ഈ റെഗുലർ വെർബാണ്. അത് റെഗുലർ വെർബിൻ്റെ പാറ്റേണിൽ അല്ല അതിൻ്റെ കോൺജുഗേഷൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ജസ്റ്റ് വെറുതെ നിൽക്കുമ്പോൾ പൊതേറിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു ബി ഏബിൾ ടു അല്ലെങ്കിൽ ക്യാൻ. ടു ബി ഏബിൾ ടു അല്ലെങ്കിൽ ക്യാൻ എന്ന് പറയാം. ഈ ഇൻഫിനിറ്റീവ് വെർബിൻ്റെ മീനിങ് പറയുമ്പോൾ എപ്പോഴും ഒരു ടു ഉണ്ട് ഫ്രണ്ടിൽ. ടു റൺ, ടു സ്പീക്ക്, ടു ക്ലീൻ, അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ടു ഉണ്ട്, ടു ബി ഏബിൾ ടു. പക്ഷേ ടു ക്യാൻ എന്ന് പറയുന്നില്ല, ക്യാൻ എന്ന ഒരു അർത്ഥം കൂടി തന്നെ എക്സ്ട്രാ മനസ്സിൽ കണ്ടണം. എവിടെയെങ്കിലും നമ്മൾ ക്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പൊതേറിൻ്റെ ചേഞ്ചസ് ആണ് വരുന്നത്. ഏതാണ് സബ്ജക്റ്റ് പ്രോനൗണിനോട് കൂടി വരുമ്പോൾ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ ഏതാണെന്ന് വെച്ചാൽ ക്യാൻ എന്നതിൻ്റെ പൊതേറിൽ നിന്ന് വരുന്ന ഒരു കോൺജുഗേഷൻ ആയിട്ടാണ് അത് മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരിച്ചിരി പ്രയാസമുണ്ട്. പക്ഷേ സ്പാനിഷിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത്. ആ തുടക്കത്തിലൊരു സ്ട്രഗിളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വെർബുകളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കോൺജുഗേറ്റ് ചെയ്ത് സംസാരിക്കാം. അത്ര ഫ്ലുവൻ്റ് ആയിട്ട് വന്നില്ലെങ്കിലും കൈൻഡ് ഓഫ് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ puedo എന്ന് പറയുമ്പോൾ ഈ പൊതേറിൽ നിന്ന് ഞാനുമായിട്ട് ഹുക്കായി, കോൺജുഗേറ്റ് ആയി. മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെ ചേഞ്ച് ആയി? പ്രസന്റ് ടെൻസിലെ puedo എന്നായി മാറി. ഇങ്ങനെ puedo. puedo pasar. can I pass അല്ലെ can I come, can I enter, അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. pasar വന്നോട്ടെ. puedo, can I, ഒരു ക്വസ്റ്റ്യൻ മാർക്കാം. puedo pasar, knock the door. puedo pasar, I'm coming, ഞാൻ വന്നോട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ puedo pasar. ഇനി അവർക്ക് puedo entrar കണ്ട, രണ്ടാമത്തത് puedo തന്നെ. can I ഓർ ഞാൻ ഏബിൾ ആണോ വരുവാനായിട്ട്, ടു ബി ഏബിൾ ടു എന്നാണ് പൊതേറിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റർ ആകാനായിട്ട് എനിക്ക് പറ്റുമോ, can I ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സ്പാനിഷിന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതെന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും എൻട്രാർ കേട്ടോ. എന്താണ് എൻട്രാർ എന്ന് പറഞ്ഞാൽ ഞാൻ മീനിങ് അല്ല വെച്ചാൽ
എൻട്രാർ എന്ന വെർബ് എന്താണ്? ഇൻഫിനിറ്റീവ് വെർബാണ്, ബേസിക് വെർബാണ്. AR എൻഡ് ചെയ്യുന്ന ഒരു വെർബാണ്. ഇത് രണ്ടും AR എൻഡ് ചെയ്യുന്നല്ലേ, പസാർ എൻട്രാർ. അപ്പോൾ രണ്ടിൻ്റെ മീനിങ് ബേസിക്കലി ഞാൻ വന്നോട്ടെ, ഞാൻ എൻ്റർ ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. പസാർ എന്ന് പറയുമ്പോൾ ഞാൻ പാസ് ചെയ്തോട്ടെ, ഈ മുറിയിലോട്ട് ഞാൻ പാസ് ചെയ്തോട്ടെ. അപ്പോൾ എൻ്റെ കോൺടാക്ട് സെൻസസ് രണ്ട് സെയിം മീനിങ് തന്നെയാണ്. മനസ്സിലായോ? യു ക്യാൻ ആസ്ക് ഈതർ വേ. നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്പാനിഷുകാരുടെ മുറിയിലേക്ക് നമ്മൾ നോക്കി ചെയ്തെടുക്കാം, പോയതോ എൻട്രാ, പോയതോ പസാർ. അപ്പോൾ അവർ നോർമലി മെജോറിറ്റി ഓഫ് ടൈം സി, യെസ് എന്നുള്ള ആൻസറാണ് അല്ലേ, സി. ഇനി ഞാൻ ഇവിടെ എഴുതിക്കണം തൊദബിയ നോ, നോട്ട് എച്ച്. അങ്ങനെ പറയാൻ പാടില്ല, നോട്ട് എച്ച്, ഞാൻ റെഡിയല്ല. തൊദബിയ നോ, തോ ദ വി ഉണ്ടോ, വിക്ക് നമ്മൾ ബി, ബോയുടെ ബി യൂസ് ചെയ്യുന്നത്, ബി ഇ എന്നോടൊരു അപ്പോസ്ട്രോഫി മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയും, ഒരു എക്സ്പ്രസ് കൊടുക്കണം. തൊദബിയ നോ, നോട്ട് എച്ച്. റെഡിയല്ല, ഇപ്പോൾ വരണ്ട. അല്ലെങ്കിൽ അവർക്ക് പറയാം, അപ്പം ഞാനിവിടെ പോയതോ പറഞ്ഞല്ലോ, അപ്പം ആ പോയതോടെ പിറകിലല്ലേ, ഫ്രണ്ടിലല്ലേ, പിറകിലല്ലേ, ഫ്രണ്ടിൽ നോ ആഡ് ചെയ്താൽ, നോ പോയതോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പോയതോ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് കോൺജുഗേറ്റ് ചെയ്തപ്പം പോയതോ, ഐ ക്യാൻ. അപ്പോൾ നോ പോയതോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായി, ഐ കൻ നോട്ട്, ഐ കാൺട്ട്. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേ നമുക്ക് ഐ കാൺട്ട്, നമ്മളെപ്പോഴും പറയില്ല ഐ കാൺട്ട്. നോ പോയതോ, നോ പോയതോ, നോ പോയതോ, ഐ കാൺട്ട്, ഐ കാൺ ഡു ഇറ്റ് എന്നുള്ളത് പറയും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ വേർഡ് ചേർക്കണം. ജസ്റ്റ് ഐ കാൺട്ട് എന്ന് പറഞ്ഞാൽ നോ പോയതോ, ഐ കാൺ ഡു ഇറ്റ് എന്ന് നമ്മൾ ടു ഡൂടെ സ്പാനിഷ് വേർഡ് മനസ്സിലാക്കണം, അസേർ എന്ന് പറയും. അപ്പോൾ ഐ കൻ നോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? നോ പോയതോ അസേർലോ, അസേർലോ ഇറ്റ് എന്നാണ്. അസേർ നമ്മൾ അതുപോലെ യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഒരു കൊഞ്ചുഗേറ്റഡ് വെർബ് ഫ്രണ്ടിൽ വന്നു, നോ നോ പോയതോ അസേർലോ, ഐ കാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വെർബ് കൊഞ്ചുഗേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന വെർബ് അസിസ് ഇൻഫിനിറ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അതിൻ്റെ ഉദാഹരണമാണ് പോയതോ പസാർ, പോയതോ എൻട്രാർ, no puedo hacer, hacerlo, I can't do it. ഇനി അപ്പം നമ്മൾ ചിലരോടൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താ നമ്മൾ എന്താ പറയണേ, ഓഫ് കോഴ്സ്, യെസ്, നോ പ്രോബ്ലം എന്നൊക്കെയുള്ള ആൻസർ വരത്തില്ലേ. ആ സ്പാനിഷുകാർ പറഞ്ഞ ഞാൻ 3 സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലാരോ, നമ്മളെന്താണെന്ന് ചോദിച്ചാൽ നീ എനിക്ക് വേണ്ടി ചെയ്തു തരാമോ, ക്ലാരോ, അല്ല ഞാൻ ഇത് എടുത്തോട്ടെ, ക്ലാരോ, ഓഫ് കോഴ്സ്, ക്ലാരോ, ഒറ്റ വേർഡ്, ക്ലാരോ, ഓഫ് കോഴ്സ്. പിന്നെ നമുക്ക് കേൾക്കാം പോർ സുപേസ്തോ, പോർ സുപേസ്തോ. അത് രണ്ട് പോർ കഴിയുമ്പോൾ ഒരു ചെറിയ സ്പേസ് കൊടുക്കണം. എന്ന് വെച്ചാൽ പോർ ഫവോർ എന്ന് പറഞ്ഞ പോലെ, പോർ ഫവോർ എന്ന് പറഞ്ഞാൽ പ്ലീസ്, പോർ ഫവോർ പ്ലീസ്, പോർ സുപേസ്തോ, പോർ സുപേസ്തോ, ഓഫ് കോഴ്സ്, ക്ലാരോ. വേറെ കൂടെയുണ്ട്, കോൺ ഗുസ്തോ എന്ന് കേൾക്കാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുക. അതിൻ്റെ അർത്ഥം ഓക്കെ, ഓഫ് കോഴ്സ്, നോ പ്രോബ്ലം, യെസ്, പോസിറ്റീവാണ്, പോസിറ്റീവ്. ക്ലാരോ, por supuesto, con gusto. അത് 2 വേർഡാണ് അല്ലേ. ക്ലാരോ പറയണ ഈസിയാണ്, ഒറ്റ വേർഡ് ക്ലാരോ. ബട്ട് por supuesto, con gusto. ഞാൻ ഗുസ്താർ എന്ന വെർബിൻ്റെ കോഞ്ചുഗേഷൻ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഗുസ്താ, മെ ഗൂസ്തോ, മെ ഗൂസ്ത, അങ്ങനെ പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുസ്താർ എന്ന AR എൻഡ് ചെയ്യുന്ന ഒരു വെർബുണ്ട്. ആ വെർബിൻ്റെ കോഞ്ചുഗേഷൻ എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പാർട്ടാണ് നോക്കുന്നില്ല. അപ്പോൾ കോൺ ഗുസ്തോ എന്ന് പറഞ്ഞാൽ, കോൺ എന്ന് പറഞ്ഞാൽ എന്തുവാ? കഴിക്കണോന്നല്ല കേട്ടോ, കോൺ, അത് CORN എന്ന് പറയും. ഈ കോൺ ജസ്റ്റ് CON ആണ്, കോൺ. കോൺ എന്ന് പറഞ്ഞാൽ വിത്ത് എന്നർത്ഥം, വിത്ത്. ലൈക്ക് കൊൺമീഗോ എന്ന് കേട്ടിട്ടല്ലേ, വിത്ത് മീ. കൊണ്ടീഗോ, വിത്ത് യു, വിത്താണ്, WITH, വിത്ത്. ഇവിടെ ഞാൻ എഴുതിയേക്കണ കോൺ ഗുസ്തോ എന്നാ. കോൺ ഗുസ്തോ എന്ന് പറഞ്ഞാൽ ഇത് ക്ലാരോയുടെ കൂടെ തന്നെ വന്നേക്കണം. അപ്പോൾ എന്താണ്, ഓഫ് കോഴ്സ് എന്നാണല്ലേ എൻ്റെ അർത്ഥം. യെസ്, അപ്പം അതിൻ്റെ അർത്ഥം ശരിക്കും പറയാം ഓഫ് കോഴ്സിനേക്കാൾ ഒരു പടി ഉയർന്നാണ്. അത് കോൺ വിത്ത് പ്ലഷർ, വിത്ത് ലൈക്ക്, ഞാൻ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നത്.
ജസ്റ്റ് ഓക്കെ എന്നുള്ള അർത്ഥമാണ്. ഓഫ് കോഴ്സ് എന്നുള്ള അർത്ഥമൊക്കെ തന്നെയാണ്. ഇത് 3 ഓഫ് കോഴ്സാണ്. പക്ഷെ അതിൻ്റെ 3 രീതിയിലുള്ള ഫീലിംഗ് അവിടെ വരുന്നുണ്ട് അല്ലേ. ക്ലാരോ, por supuesto. എനിക്ക് ക്ലാരോ എന്ന് പറയുന്നത് കാഷ്വലായിട്ട് പറയുന്നതാണ്. por supuesto എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ ഫോർമൽ രീതിയിൽ പറയുന്നത്. por supuesto കുറച്ചുകൂടെ സ്റ്റാൻഡേർഡിൽ പറയുന്നതാണ്. con gusto എന്ന് പറയുന്ന ആ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ വളരെ ലവ്ലി പറയണം. con gusto, അതായത് എനിക്ക് സന്തോഷമാണ്, ഞാനത് ലൈക്ക് ചെയ്യുന്നുണ്ട്, വിത്ത് മൈ പ്ലഷർ, വിത്ത് മൈ ലവ്, വിത്ത് മൈ ഞാൻ സന്തോഷത്തോടുകൂടി എനിക്ക് ഓക്കെ തരിക എന്ന് പറയുന്ന അർത്ഥമാണ് con gusto പറയണത്. അപ്പോൾ con gusto എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. por supuesto ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ക്ലാരി, ഇത് 3 തരം ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ബട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആൻസർ എന്താണ്? പോസിറ്റീവാണ്. ഓഫ് കോഴ്സ്, ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, ഐ എം ഗിവിംഗ് ദ പെർമിഷൻ. മനസ്സിലായോ? അപ്പം എല്ലാം നമ്മൾ ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള ഒരു മീനിങ് ആണ് ഇതിനൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെല്ലാം പഠിച്ചു? ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ക്ലാസ്സാണ് ഇന്നത്തത്. ഒരുപാട് വലിയ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ഷോർട്ടാക്കി എടുത്തതാണ്. പുയതാണ് മെയിനായിട്ട് പഠിച്ചത്. പുയതോ no puedo, I can't, todavía no, todavía no ഇട്ടില്ലെങ്കിൽ എന്താണ് അർത്ഥം? സ്റ്റിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പറയുകയാണ് ഐ എം സ്റ്റിൽ സ്റ്റഡിങ് സ്പാനിഷ്, അങ്ങനെ പറയും. todavía estoy aprendiendo español, ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. todavía അതാണ്. no todavía, not yet, അങ്ങനത്തെ വ്യത്യാസമാണ്. todavía അപ്പോൾ അവരോട് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ശരിക്കും എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? പൊതേർ ഇതൊരു വലിയ ഒരു രസമായതാണ്. ഈ പൊതേറിൻ്റെ കോഞ്ചുഗേഷൻ പഠിപ്പിക്കുമ്പോൾ അത് റെഗുലർ വർബും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ hasta luego, hasta pronto, nos vemos, bye.